അപ്പോൾ ആ ഒരു മ്യൂസിക് മോജോ എന്നുള്ളൊരു പരിപാടി അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമാണ് ഓപ്പൺ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ചെയ്ത കാര്യം എന്താ വെച്ചാൽ കവർ വേർഷൻ എന്തായാലും ഒറിജിനൽ അല്ല. ഒറിജിനൽ എന്ന് പറയുമ്പോൾ അതൊരു ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്. അത് നമുക്കിഷ്ടം, നമുക്ക് എങ്ങനെ ഒരു പാട്ട് കൺസീവ് ചെയ്യണം, അതിൻ്റെ ലിറിക്സ് എന്തായിരിക്കണം എന്നുള്ള എല്ലാം നമ്മൾ വളരെ ആലോചിച്ച് നമ്മുടെ തിങ്കിങ്ങിൽ വരുന്ന രീതിയിലായിരിക്കും നമ്മൾ ചെയ്യണത്. മേ ബി ഇപ്പോൾ ആൾക്കാർ എന്ത് സൗണ്ടാണ് കേട്ടോണ്ടിരിക്കണത് അല്ലെങ്കിൽ എന്ത് ജോണറാണ് കേട്ടോണ്ടിരിക്കണത് എന്നുള്ളൊരു പരിഗണന നമ്മൾ ചിലപ്പോൾ എടുക്കും. പക്ഷെ അതല്ലാണ്ട് എല്ലാം നമ്മളാ തീരുമാനിക്കുന്നത്. പക്ഷെ ഒരു കവർ സോങ് ചെയ്യുമ്പോൾ എനിക്കിഷ്ടമുള്ള 1000 പാട്ടുകളുണ്ട്, എനിക്കത് ചെയ്യാം. പക്ഷെ മേ ബി ആൾക്കാർക്കും കൂടി എന്താണ് ഇഷ്ടം, അവരെന്താണ് എക്സ്പെക്ട് ചെയ്യണത് എന്ന് നമ്മൾ ആലോചിച്ച് ആ ഒരു കവർ സോങ് ചെയ്യുകയാണെങ്കിൽ അവർക്കും കൂടി ഇഷ്ടമുള്ള സാധനമായിരിക്കും നമ്മൾ ചെയ്യണം. അപ്പോൾ അത് കൂടുതൽ ആൾക്കാരിലോട്ട് എത്തും. ഇപ്പോൾ കവർ സോങ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി ആർട്ടിസ്റ്റുകൾ കൂടുതൽ ആൾക്കാരിലോട്ട് എത്താൻ വേണ്ടിയിട്ട് തന്നെയാണ് ചെയ്യണത്. ആൻഡ് അവർക്ക് എവിടെയെങ്കിലും ആ ഒരു പാട്ട് ഞാൻ പാടിയിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാവും എന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയിട്ടാണ് ഈ കവർ വേർഷൻസ് ഒക്കെ ആർട്ടിസ്റ്റ് ചെയ്യണം. അതുകൊണ്ടായിരുന്നു ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് നമ്മളെല്ലാവരും എന്താ എപ്പോഴും ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഫോട്ടോ കണ്ട ഫസ്റ്റ് ചെയ്യുന്നത് പോയി കമൻസ് വായിക്കുക, ആൾക്കാരെന്താ കമൻറ്റ് ചെയ്യുന്നത്. എന്താ വെച്ചാൽ ഭയങ്കര രസമാണ് ആൾക്കാർ കമൻറ്റ് ചെയ്യണ കാണാൻ. ഇപ്പോഴത്തെ കമൻസ് ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ കിളി പോവും. ഈവൻ ഒരു ട്രോളായിട്ടാണ് ചെയ്യണമെങ്കിൽ അത് ഭയങ്കര ഫണ്ണാണ്, ഭയങ്കര ഫണ്ണിയാണ്. യെസ്, നെഗറ്റീവായിട്ട് ചെയ്യണത് അത് വേറെ, അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല. പക്ഷെ ഫൺ രീതിയിൽ നമ്മളെ കളിയാക്കുകയാണെന്ന് പറയുമ്പോൾ നമുക്കും ചിരി വരും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ കമന്റ് സെക്ഷൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കുറെ ആൾക്കാർ ഈ എന്തിനു ഒരു സൂര്യോദയം എന്നുള്ളൊരു പാട്ട് കേട്ടാ കൊള്ളാം എന്നുള്ളത്. അത് വേറെ ബാൻഡിന്റെ പാട്ടിന്റെ താഴെ വന്ന കമന്റ്സ് ആട്ടോ. അപ്പം അങ്ങനെ നോക്കുമ്പോഴാണ് എനിക്കും വളരെ ഇഷ്ടമുള്ള പാട്ടാണ് എന്തിനു വേറൊരു സൂര്യോദയം. ഞാൻ പക്ഷെ അത് ചിന്തിച്ചിരുന്നില്ല, അതിനെക്കുറിച്ചൊരു കവർ ചെയ്യണം ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഡെഫിനറ്റ്ലി അത് എന്തുകൊണ്ട് നമുക്ക് ചെയ്തുകൂടാ. അങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾ 4 സിംഗേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ആ സമയത്ത് എൻ്റെ ബാൻഡിൽ. ജിതിൻ രാജ് എന്ന് പറഞ്ഞ സിംഗർ ഉണ്ടെന്ന്, പുള്ളിയാണ് ഇപ്പോൾ പെരിയോനെ എന്നൊക്കെ പറഞ്ഞ A.R. റഹ്മാൻ്റെ സോങ് പാടി. പിന്നെ രാധിക എന്ന് പറഞ്ഞ എൻ്റെ കസിൻ ഉണ്ടെന്ന്, പിന്നെ ജയലക്ഷ്മി എന്ന് പറഞ്ഞ 4 പേരുണ്ട്. ഈ ഒറ്റ പാട്ട് 4 പേരും പാടി എന്നൊന്നും ആവില്ല, ആർക്കും ഒന്നൊന്നും കിട്ടില്ല. അപ്പോൾ വൈ നോട്ട് ഡു എ മെഡ്ലി അഗൈൻ, എന്തുകൊണ്ട് നമുക്ക് മെഡ്ലി ചെയ്തുകൂടാന്നുള്ളൊരു ചിന്തയിലാണ് വേറൊരു ഫേവറേറ്റ് സോങ് മൗനം സ്വരമായി എന്നുള്ളൊരു സോങ്. അവിടെയും അതും കുറേ ആൾക്കാർ കമൻസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ, അവർക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് രീതിയിൽ. അങ്ങനെയാണ് നമ്മൾ വിചാരിച്ചു ഓക്കെ ഈ 2 സോങ് വെച്ച് നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം, എങ്ങനെയുണ്ട് കേൾക്കാൻ, നമുക്ക് തന്നെ ഫസ്റ്റ് ഇഷ്ടമാവുന്നുണ്ടോ എന്ന് നോക്കാം, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ പെർഫോം ചെയ്യാം അല്ലെങ്കിൽ പെർഫോം ചെയ്യാതിരിക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ ട്രൈ ഔട്ട് ചെയ്തപ്പോൾ രസമുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് തന്നെ വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നിയ 2 പാട്ടുകളായിരുന്നു. അത് ഞങ്ങൾ കൺസീവ് ചെയ്ത ഒരു വേർഷനിൽ ഞങ്ങൾക്ക് തന്നെ വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നി. അപ്പോൾ ഞങ്ങൾ തോന്നി ഓക്കെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, സോ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിലാണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് സോങ് റിലീസ് അതായിരുന്നു മ്യൂസിക് മോജോയില്. പക്ഷേ സംഹൗ ഞങ്ങൾ വിചാരിച്ച രീതിയിൽ തന്നെ അതാണ് പ്രയാണിന്റെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ഒരു കവർ സോങ് എന്ന് പറയാൻ. കുറെ ആൾക്കാർ തിരിച്ചറിഞ്ഞു തുടങ്ങി. സൂപ്പർ സ്റ്റാർ കഴിഞ്ഞിട്ട് അജയ് എവിടെയാന്നുള്ളൊരു സാധനത്തിൽ നമ്മളെ തിരിച്ചറിഞ്ഞു തുടങ്ങി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു പ്രൊമോഷന് പോയപ്പോഴും ആൾക്കാർ എന്നെ റെക്കഗ്നൈസ് ചെയ്ത് ആക്ച്വലി ആ കവർ സോങ് വെച്ചിട്ടാണ്. എന്തിനു വേറൊരു സൂര്യോദയം കവർ ചെയ്ത പാടല്ലേ, അതായത് സെലിബ്രിറ്റീസ് ആട്ടോ അവര്. അപ്പോൾ ഇറ്റ്സ് എ ഗുഡ് തിങ്. ലൈക്ക് നമ്മൾ എന്താ പറയുക, ആരെയും ഉപദ്രവിക്കുന്നില്ല. നമ്മൾ അതിൻ്റെ എല്ലാ എസൻസും, പിന്നെ ഞാനൊക്കെ ഭയങ്കര സ്പെസിഫിക് ആണ്. അതിന് ഒറിജിനൽ കോമ്പോസിഷൻ എങ്ങനെ അധികം നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാണ്ട് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവൈസ് ചെയ്യാണ്ട് എങ്ങനെ നമുക്ക് ആ രീതിയിൽ തന്നെ പാടാം എന്നുള്ള ഇതിൽ വളരെ ഞാൻ സ്പെസിഫിക് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ മാക്സിമം ആ രീതിയിൽ തന്നെ ഞാൻ ഡെലിവർ ചെയ്യാൻ നോക്കി. ഓൺലി തിങ് ഈസ് രവീന്ദ്രൻ മാസ്റ്റർ അത് കമ്പോസ് ചെയ്യുമ്പോൾ അതിൽ കുറേ അധികം എലിമെൻറ്റ്സ് ഉണ്ടാകും. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് പലതാണെങ്കിൽ ഞങ്ങളത് ജസ്റ്റ് എനിക്ക് തോന്നുന്നു ആകെ എൻ്റെ ഓർമ്മയിൽ കീബോർഡ് മാത്രം വെച്ചിട്ട് ചെയ്തൊരു വേർഷനാണ്. കീബോർഡും ബേസ് ഗിറ്റാറും മാത്രം വെച്ചിട്ട് മിനിമലായിട്ട്, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മിനിമലിസ്റ്റിക്, ആൾക്കാർക്ക് എന്താണോ ഇഷ്ടം ആ രീതിയിൽ നമ്മൾ എന്താ വെച്ചാൽ എന്തായാലും ഓൺ കമ്പോസിഷൻ അല്ല, എനിക്ക് പാടാൻ താല്പര്യമുള്ളൊരു പാട്ട് ആൾക്കാർക്ക് ഏത് രീതിയിൽ കേൾക്കണം ആ രീതിയിൽ ചെയ്ത് നോക്കിയപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തു. അത്യാവശ്യം എൻ്റെ അറിവിൽ അങ്ങനെ നെഗറ്റീവായിട്ട് എവിടെയും കേട്ടിട്ടില്ല ബൈ ഗോഡ്സ് ഗ്രേസ്. പക്ഷെ നല്ല റെക്കഗ്നേഷൻ അത് കാരണം. എന്തിനു വേറെ ഒന്ന് പാടും നിന്റെ നൂപുരമർമരം ഒന്നു കേൾക്കാനായി വന്നു ഞാൻ, നിന്റെ സാന്ത്വന വേണുവിൽ രാഗലോലമായി
ജീവിതം. നീ എൻ്റെ ആനന്ദ നീലാംബരി, നീ എന്നും അണയാത്ത ദീപാഞ്ജലി, ഇനിയും ചിലമ്പണിയൂ എന്തിനു വേറൊരു സൂര്യോദയം, നീയൻ പൊന്നുഷ സന്ധ്യയല്ലേ, മലർവനിയിൽ വെറുതെ എന്തിനു വേറൊരു മധുവസന്തം. ആ വാ. ഈ ചെറുപ്പത്തിലൊക്കെ ഈ കല്യാണി രാഗത്തിലൊക്കെ ഉള്ള കീർത്തനങ്ങളൊക്കെ രാവിലെ പാടുന്നുണ്ടല്ലോ. അപ്പൊ ഈ കല്യാണി രാഗത്തിനുള്ള പ്രാധാന്യം അല്ലെങ്കിൽ അതിന്റെ ഭാവം അതൊക്കെ ആ ചെറുപ്പത്തിൽ ആരാ പറഞ്ഞു തന്നിരുന്നത്? ഞാൻ അതിനെക്കുറിച്ച് ഭയങ്കര ആധികാരികമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. എന്താ വെച്ചാൽ കർണാട്ടിക് മ്യൂസിക് എന്ന് പറയുന്നത് അത് വലിയൊരു, ഇപ്പോൾ പണ്ടാരോ പറഞ്ഞ പോലെ മഹാസാഗരമാണ്. അതിൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ മാത്രമേ എനിക്ക് പറ്റിയിട്ടുള്ളൂ. ഞാൻ പഠിച്ചത് ബോംബെയിലാണ്. അവിടെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു കർണാട്ടിക് പഠിക്കണേ. 3.5 വയസ്സ് തൊട്ടാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നത് ഗീതത്തിലാണ്. ഗീതം എന്ന് പറയുന്നത് ഒരു ചവിട്ടുപടിയാണ്. അതായത് സ്വരങ്ങൾ അറിയാന്ന് പറയുമല്ലോ. സരിഗമ പദനിസ ഉണ്ട്. സരിഗമ പദനിസ നമുക്ക് എങ്ങനെയൊക്കെ ഡിഫറെൻറ്റ് രീതിയിൽ പാടാം എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ പഠിച്ചു തുടങ്ങുക. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഈ രാഗങ്ങളിലേക്ക് നമ്മൾ കിടക്കുക. കല്യാണി രാഗം, മോഹനം, ശങ്കരാഭരണം. എന്നെ ഫസ്റ്റ് പഠിപ്പിച്ചത് അതൊക്കെ വർണ്ണത്തിലാട്ടോ വരിക. വർണ്ണം എന്ന് പറയുമ്പോഴാണ് കുറച്ചും കൂടി എലാബറേറ്റ് ആയിട്ട് ഈ പല്ലവി, അനുപല്ലവി, ചരണം എന്ന് പറയുന്ന ഡിവിഷൻസ് വരുന്നത് അവിടെയാണ്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പഠിച്ചത് മോഹനം രാഗമാണ്, നിന്നുക്കോരി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് കല്യാണി രാഗം പഠിക്കണം. എന്താ വെച്ചാൽ കല്യാണി രാഗം എന്ന് പറയുന്നത് കുറച്ച് അതിലെല്ലാ സ്വരമുണ്ട്. എല്ലാ സ്വരമുണ്ട്. ആ വർണ്ണം എന്ന് പറയുന്നത് അത്രയ്ക്ക് ഈസി അല്ല, പഠിക്കാൻ നമുക്ക് അത്ര എളുപ്പമല്ല. അപ്പോൾ അത് കുറച്ച് ഗ്രൂമിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ടീച്ചർ അത് പഠിപ്പിച്ചു തുടങ്ങിയത്. ആൻഡ് കല്യാണി രാഗം ഭയങ്കര ഒരു പ്ലസന്റ് ആയിട്ടുള്ള രാഗം. ആസ് ഇൻ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് ഒരു പോസിറ്റിവിറ്റി തരുന്ന ഒരു രാഗമാണ് കല്യാണി രാഗം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ രാവിലെ കേൾക്കുമ്പോൾ നമുക്ക് കല്യാണി രാഗം വെച്ചിട്ട് അത് കല്യാണി രാഗം മാത്രമല്ല, നമ്മൾ ശരിക്കും ഭയങ്കര ഡീപ്പായിട്ട് നമുക്ക് കുറേ അധികം രാഗങ്ങളുണ്ട്. ഈ പോസിറ്റിവിറ്റി തരുന്ന കുറേ അധികം രാഗങ്ങളുണ്ട്. അപ്പോൾ പണ്ടത്തെ ആൾക്കാരായിരിക്കാം ചിലപ്പോൾ കല്യാണി രാഗം വെച്ചിട്ടായിരിക്കും മോർണിംഗ്. പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർ കല്യാണി രാഗം വെച്ചിട്ടല്ല മോർണിംഗ് തുടങ്ങണത്. അത് മാറി. അത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ഇഷ്ടങ്ങളാണ്. അത് ഓരോരുത്തരുടെ ഓരോ ഇഷ്ടങ്ങളാണ്. ചിലപ്പോൾ ചിലർക്ക് ഈ കുറച്ചൊരു സാഡ് രാഗങ്ങളുണ്ട്. ചിലപ്പോൾ അത് കേൾക്കുമ്പോഴായിരിക്കും ആൾക്കാർക്ക് ഒരു മനസ്സിനൊരു ശാന്തത തോന്നുന്നത്. അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന ഡിഫറൻസസ് വരുന്നത്. ചിലർക്ക് ഈ പറയുന്ന പോസിറ്റീവ് രാഗങ്ങൾ കേട്ടുകൊണ്ട് തുടങ്ങാനായിരിക്കും ഇഷ്ടം.